വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. ആർത്താറ്റ് കുന്നംകുളം മഹാ ഇടവകയിലെ 10,000-ലധികം വരുന്ന ഇടവകാംഗങ്ങളിൽ ആരോ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുന്നു. പരേതന്റെ അന്ത്യവിശ്രമത്തിനായുള്ള ശവക്കല്ലറ ഒരുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സെമിത്തേരി കാവൽക്കാരൻ ബെന്നി എന്നറിയപ്പെടുന്ന കോലാടി വറിയത് ബെന്നി. ആർത്താറ്റ് പള്ളി ശവക്കോട്ട കാവൽക്കാരൻ ബെന്നിയുടെ ഒരു സാധാരണ ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. കുന്നംകുളം നഗര ഹൃദയത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ പടിഞ്ഞാറ് ഗുരുവായൂർ റോഡരികിലാണ് ആർത്താറ്റ് പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ശവക്കോട്ട എന്ന ഖ്യാതി ഈ സെമിത്തേരിക്കാണ്. 4000-ഓളം വരുന്ന പരേതരുടെ മരണാനന്തര സ്മാരകങ്ങൾ. ഇവരിൽ ഏറെ പ്രശസ്തരുണ്ട്, അപ്രശസ്തരുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ശവക്കോട്ടപ്പള്ളിക്ക് അടിസ്ഥാനമിട്ട് മിക്കവാറും പണിയിച്ച അന്തിക്കാട്ട് ഇയാക്കു ചാക്കുണ്ണി 1097 മീനം 29 പരലോകപ്രാപ്തനായി. വയസ്സ് 82. ഇങ്ങനെ മുദ്രണം ചെയ്ത ഒരു ശവക്കല്ലറ കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിലെ ശവക്കോട്ടപ്പള്ളിക്ക് സമീപം പലരും കണ്ടിരിക്കും. എൻ്റെ അമ്മ അന്തിക്കാട്ട് വറീദ് സാറാമ്മയുടെ പിതാവ് അന്തിക്കാട്ട് ഇയാക്കു വർഗീസിന്റെ പിതൃ സഹോദരനാണ്. ഈ അന്തിക്കാട്ട് ഇയാക്കു ചാക്കുണ്ണി എന്ന നെല്ലുവായി മുത്തൻ ഇദ്ദേഹത്തിന് മക്കളില്ല. സ്വാഭാവികമായി ഇദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ ഏക സഹോദരന്റെ മക്കൾക്ക് ലഭിക്കേണ്ടതാണ്. അങ്ങനെ തന്നെയായിരുന്നു നേരത്തെ തയ്യാറാക്കിയ നെല്ലുവായി മുത്തന്റെ മരണപത്രം. ഇതിനിടയ്ക്ക് എപ്പോഴോ നെല്ലുവായി മുത്തന്റെ ഭാര്യ മാനസിക രോഗിയായി. അവരുടെ ചികിത്സയുടെ ഭാഗമായി സഹോദര പത്നിയായ താണ്ടമ്മയോടും മക്കളോടും തന്റെ വീട്ടിൽ താമസിക്കണമെന്ന നെല്ലുവായി മുത്തന്റെ ആവശ്യം താണ്ടമ്മ നിരസിച്ചു. താണ്ടമ്മയുടെ ഭർത്താവ് ഇയാക്കു നേരത്തെ മരണപ്പെട്ടിരുന്നു. താണ്ടമ്മയുടെ നിലപാടിൽ പ്രകോപിതനായ നെല്ലുവായി മുത്തൻ തന്റെ മരണപത്രം കീറി താണ്ടമ്മയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ആ മരണപത്രപ്രകാരം നെല്ലുവായി മുത്തന്റെ സ്വത്തുവകകൾ അനുഭവിക്കേണ്ടിയിരുന്ന സഹോദര പുത്രന്മാരായ AI വർഗീസിന്റെയും AI പാവുണ്ണിയുടെയും ശാപം തന്റെ മേൽ പതിക്കാതിരിക്കാൻ നെല്ലുവായി മുത്തൻ ആ പണം കൊണ്ട് ആർത്താറ്റ് പള്ളിയിലെ ശവക്കോട്ട പള്ളി പണിയിച്ചു എന്നാണ് പുരാവൃത്തം. തറവാട്ടിൽ നിന്ന് വെറും കൈയോടെ ഇറങ്ങേണ്ടി വന്ന താണ്ടമ്മയും മക്കളും ജീവിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. എണ്ണ ആട്ടിയായിരുന്നു പിൽക്കാലത്ത് അവരുടെ ഉപജീവനം. കാളയെ വാങ്ങിക്കാൻ പണമില്ലാത്തതിനാൽ ഇവർ ചക്ക് സ്വയം ഉന്തിയാണ് എണ്ണ ആട്ടിയിരുന്നത്. എങ്കിലും താണ്ടമ്മ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ചു. മൂത്ത മകൻ AI വർഗീസ് 10ാം ക്ലാസ് പാസ്സായ ഉടൻ തന്നെ കുന്നംകുളത്ത് പഠിച്ച അതേ സ്കൂളിൽ അധ്യാപകനായി. രണ്ടാമൻ AI പാവുണ്ണി 1942 ഷൊർണൂരിൽ തുണിക്കച്ചവടം ആരംഭിച്ചു. വേണ്ടപ്പെട്ടവരാരും കാര്യമായി ശ്രദ്ധിക്കാതിരുന്നിട്ടും നെല്ലുവായി മുത്തന്റെ ശവകുടീരം ഈ വലിയ ശവക്കോട്ടയിലെ ഏറ്റവും പഴക്കം ചെന്ന ശവക്കല്ലറകളിലൊന്നായി കാലത്തെ അതിജീവിച്ച് ഇന്നും നിലകൊള്ളുന്നു. തകർന്നടിഞ്ഞ ഈ പുരാശേഷിപ്പിൽ നിന്ന് നമുക്ക് ചരിത്രത്തിന്റെ നേർകഥ കേൾക്കാം. വിശുദ്ധ മാർത്തോമാ ശ്ലീഹ തൻ്റെ പ്രേക്ഷിത വൃത്തിയിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സുവിശേഷത്തിൻ്റെ പ്രഘോഷണാർത്ഥം യെരുശലേമിൽ നിന്ന് മെസൊപ്പൊട്ടേമിയയിലേക്ക് ആദ്യം എത്തുകയും അവിടെ നിന്ന് പിന്നീട് നമ്മളെല്ലാം ചരിത്രത്തിൽ പറയുന്നത് പോലെയുള്ള ആ സിൽക്ക് റൂട്ട്, സിൽവർ ലൈൻ എന്നൊക്കെ പറയുന്ന ആ വശങ്ങളിലൂടെ വന്ന് ഭാരതത്തിൽ എത്തി എന്നുമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു രണ്ടാമത്തെ മിഷനറി യാത്രയായിരിക്കാം ഒരു മാരിടൈം ട്രിപ്പ് ആയിട്ട് കൊടുങ്ങല്ലൂർ അഥവാ മുസരീസ് എന്നൊക്കെ പറയുന്ന ദക്ഷിണ ഭാരതത്തിലെ ഇന്ന് കേരളം എന്ന് വിളിക്കപ്പെടുന്ന അന്ന് മലബാർ കോസ്റ്റ് എന്ന് അറിയപ്പെടാൻ സാധ്യതയുള്ള മലബാറിക്കൂസ് എന്നും അതുപോലെ തന്നെ തമിഴ് ഭാഷയിൽ മലങ്കരൈ എന്നും ഒക്കെ അറിയപ്പെടുന്ന സ്ഥലം, മലകളും കരകളും ഉള്ള
പ്രദേശം എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമ വ്യാഖ്യാനം. അങ്ങനെയുള്ള ആ ദേശത്ത് അദ്ദേഹം എത്തി എന്നും ഇവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം പ്രചരിപ്പിച്ചു എന്നും ഒക്കെ കേൾക്കുവാൻ നാം ഇടയാകുന്നു. അതിൻ്റെ കാണപ്പെടുന്ന ഒരു ഉദാഹരണമാണ് കേരളത്തിലെ മാർത്തോമൻ ക്രിസ്ത്യാനികൾ. AD 52 മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതാണ് ആർത്താറ്റ് പള്ളി. അക്കാലത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന യഹൂദന്മാരെ കാണാനും അവർക്കിടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാനുമായിരുന്നു തോമാ ശ്ലീഹ ഇവിടെ എത്തുന്നത്. കേരളത്തിലെ ആദ്യകാല യഹൂദ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കുന്നംകുളത്തിനടുത്തുള്ള ചാട്ടുകുളങ്ങര. ചാട്ടുകുളങ്ങര കമ്പോളത്തിലേക്ക് പൊന്നാനി, മുസിരീസ്, കൊടുങ്ങല്ലൂർ തുറമുഖങ്ങളിൽ നിന്ന് ചെറുവള്ളങ്ങളിൽ ചരക്കുകൾ എത്തുമായിരുന്നു. അന്ന് ഇവിടുത്തെ കച്ചവടക്കാർ അധികവും ഇസ്ലേനിയ വിഭാഗത്തിൽപ്പെട്ട ജൂതന്മാർ ആയിരുന്നിരിക്കണം. ഇവർ ജെറുസലേം ദേശക്കാരാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ അക്കാലത്ത് അവരുടെ സിനഗോഗും ശവപ്പറമ്പും മറ്റും ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. ചാട്ടുകുളങ്ങരയിലെ ജൂതന്മാരെയാണ് AD 52 തോമസ് ലീഹ ക്രൈസ്തവരാക്കിയത്. അതല്ലാതെ നമ്പൂതിരിമാരെ അല്ല എന്നാണ് അബ്രഹാം ബെൻഹർ ഭാരതത്തിലെ ജൂത ക്രിസ്ത്യാനികൾ എന്ന പുസ്തകത്തിൽ പറയുന്നത്. കേരളത്തിലെ ജൂതന്മാരുടെ DNA പഠനം നടത്തിയ തൃശൂർ അമല മെഡിക്കൽ കോളേജ് അനാട്ടമി പ്രൊഫസർ ഡോക്ടർ മിനി അബ്രഹാം ബെൻഹറിന്റെ പരാമർശത്തോട് യോജിക്കുന്നു. ചാട്ടുകുളങ്ങരയ്ക്കടുത്ത ജൂതക്കുന്നിൽ തോമസ് ലീഹ ഒരു ദേവാലയം നിർമ്മിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. അതൊരു പക്ഷേ ഇന്നത്തേതുപോലുള്ള പള്ളിയൊന്നും ആയിരിക്കുകയില്ല. കൂടാരം പോലൊരു അംഗവിധാനം. അതായിരുന്നു ഇന്ന് കാണുന്ന ആർത്താറ്റ് കത്തീഡ്രൽ പള്ളിയുടെ ആദ്യ രൂപം. AD 1599 ഉദയംപേരൂർ സുന്നഹദോസും തുടർന്ന് 1653 ജനുവരി 3 കൂനം കുരിശ് സത്യം വരെയും ഈ ചാട്ടുകുളങ്ങര പള്ളി മാത്രമായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഉദയംപേരൂർ സുന്നഹദോസിന് ശേഷം കേരളത്തിലെ ക്രിസ്ത്യാനികൾ പഴയകൂറ്റ് എന്ന് അറിയപ്പെടുന്ന റോമൻ കത്തോലിക്കക്കാരും പുത്തൻകൂറ്റ് എന്ന് അറിയപ്പെടുന്ന യാക്കോബായക്കാരുമായി വിഭജിക്കപ്പെട്ടു. എന്നാൽ ഇതിനു ശേഷവും ഏറെക്കാലം ഇവിടുത്തെ റോമൻ കത്തോലിക്കരും യാക്കോബായക്കാരും തവണ വെച്ച് പിൽക്കാലത്ത് ആർത്താറ്റ് പള്ളി എന്നറിയപ്പെടുന്ന ചാട്ടുകുളങ്ങര പള്ളിയിൽ അവരുടെ ശുശ്രൂഷകൾ നടത്തി വന്നു. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ കലഹങ്ങളും പതിവായിരുന്നു. ആർത്താറ്റ് പള്ളിയിൽ റോമൻ കത്തോലിക്കരും യാക്കോബായക്കാരും തമ്മിൽ കലഹിച്ചു കഴിയുന്ന കാലത്താണ് 1789 ടിപ്പുവിന്റെ ആക്രമണം. മൈസൂർ സൈന്യം പള്ളി കൊള്ളയടിച്ച് തീവെച്ച് നശിപ്പിച്ചു. ഈ വിവരങ്ങൾ 1819 ബുക്കാനന്റെ റിപ്പോർട്ടിലുണ്ട്. 1808 ആണ് ബുക്കാനൻ കുന്നംകുളം സന്ദർശിക്കുന്നത്. 1808 ആർത്താറ്റ് പള്ളി സന്ദർശിച്ച ബുക്കാനൻ ഓർമ്മയ്ക്കായി സമ്മാനിച്ച സ്വർണ്ണപ്പതക്കം ഇപ്പോഴും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1789 ടിപ്പുവിന്റെ ആക്രമണത്തെ തുടർന്ന് ആർത്താറ്റ് ചാട്ടുകുളങ്ങര പ്രദേശത്തെ ക്രൈസ്തവർ പലരും ഈ നാട് ഉപേക്ഷിച്ചുപോയി. ചിലർ കുന്നംകുളം വലിയങ്ങാടി ഭാഗത്തേക്ക് ചേക്കേറി. കൊച്ചിയുടെ ഭാഗമായ തലപ്പള്ളി സ്വരൂപത്തിലെ മണക്കുളം രാജാക്കന്മാർ ഇവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ അഭയം നൽകി. ടിപ്പുവിന്റെ ആക്രമണത്തിൽ കത്തി നശിച്ച പള്ളി 17 വർഷക്കാലം വിശുദ്ധ കുർബാനയോ ശുശ്രൂഷകളോ ഇല്ലാതെ അനാഥമായി കിടന്നു. അക്കാലത്തും ഇടവകയിൽ ആരെങ്കിലും മരിച്ചാൽ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് അടക്കും. തുടർന്ന് 1806 ശക്തൻ തമ്പുരാൻ ആർത്താറ്റ് വന്ന് നറുക്കെടുപ്പിലൂടെ വിഭജനം നടത്തിയപ്പോൾ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിനും കുരിശ് കത്തോലിക്ക വിഭാഗത്തിനും ലഭിച്ചു. രാജകൽപ്പനയെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിച്ച ആർത്താറ്റ് പള്ളി ഉടൻ തന്നെ പുതുക്കി പണിയാനുള്ള ശ്രമം പുലിക്കോട്ടിൽ യൗസേഫ് കത്തനാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. 1807 പണി പൂർത്തിയായി. 6ാം മാർത്തോമാ മെത്രാപ്പൊലിത്ത മാർ ദിവാന്യോസിയോസ് തിരുമേനി പള്ളി കൂദാശ ചെയ്തു. പുതുക്കി പണിത പള്ളിയുടെ നീളം 168 അടിയും വീതി 53 അടിയുമാണ്. 5 അടിയാണ് ഭിത്തി വണ്ണം. 2024 നടന്ന നവീകരണ ഭാഗമായി ആർത്താറ്റ് പള്ളിയുടെ മദ്ബഹ പുതുക്കി പണിതു. പുതുക്കി പണിത മദ്ബഹയുടെ കൂദാശയോടനുബന്ധിച്ചാണ് ഇവിടെ 3 കുർബാന അനുഷ്ഠിച്ചത്. വിശേഷ അവസരങ്ങളിൽ മാത്രം ഇവിടെ നടക്കാറുള്ള 3 കുർബാന ഭക്തിസാന്ദ്രവും നയന മനോഹരവുമാണ്. വലിയ ചിലവ് വരുന്ന ഈ 3 കുർബാന പ്രത്യേകം വഴിപാടിന്റെ ഭാഗമായും ചിലർ ചൊല്ലിക്കാറുണ്ട്. 1814 ആർത്താറ്റ് പള്ളിയുടെ പടിഞ്ഞാറെ പടിപ്പുര മാളിക പണിയിച്ചത്. ആർത്താറ്റ് പള്ളിയുടെ തൊട്ട് തെക്ക് ഭാഗത്തെ ഭൂമിയിൽ 1827 റോമൻ കത്തോലിക്ക സഭ പുതിയ പള്ളി പണിത് ആരാധന തുടങ്ങി.
ഒരുപക്ഷെ ചാട്ടുകുളത്തിന് സമീപത്തുള്ള ജൂതക്കുന്ന് അക്കാലത്ത് യഹൂദന്മാരുടെ ശവപ്പറമ്പായിരുന്നിരിക്കണം. ആർത്താറ്റ് പള്ളിയിൽ ഇന്ന് കാണുന്ന വിസ്തൃതമായ ശവക്കോട്ട അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ശവക്കോട്ടയുടെ 4.5 ഏക്കർ ഭൂമി ഏതോ നായന്മാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതാണ്. അവശേഷിച്ച സ്ഥലത്താണ് പിൽക്കാലത്ത് മാർത്തോമ സഭയുടെ ദേവാലയം പണിതത്. ആർത്താറ്റ് പള്ളിയുടെ ശവക്കോട്ടയ്ക്ക് വേണ്ടി സ്ഥലം വാങ്ങുന്നതും ചുറ്റും വലിയ മതിൽ കെട്ടിയതുമെല്ലാം പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയുടെ കാലത്താണ്. വളരെ അനിവാര്യമായ ഏതോ സാഹചര്യത്തിലാവണം പുതിയ ശവക്കോട്ടയുടെ നിർമ്മാണം. കാരണം അക്കാലത്ത് ഈ ശവക്കോട്ടയിൽ മാത്രമല്ല, ഈ പള്ളിപ്പറമ്പ് നിറയെ ശവങ്ങളായിരുന്നു. എവിടെ കുഴിച്ചാലും അന്ന് അസ്ഥികൾ കിട്ടുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ആർത്താറ്റ് പള്ളി ശവക്കോട്ടയിൽ ഇപ്പോൾ 4000-ഓളം ശവകുടീരങ്ങളുണ്ട്. ഈ ശവക്കോട്ടയിൽ നാളിതുവരെ അടക്കം ചെയ്ത സകല വാങ്ങിപ്പോയവരുടെയും ഓർമ്മ ദിനമാണ് അന്നിച്ചാത്തം. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന ബൈബിൾ വചനമാണ് ഈ അന്നിച്ചാത്തം എന്ന അനീത പെരുന്നാൾ ആഘോഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പാറമേൽ കുടുംബം വക ഒരു സ്വകാര്യ ശവക്കല്ലറ, കുന്നംകുളം നഗരസഭയുടെ പൊതു ശ്മശാനം എന്നിവയ്ക്ക് പുറമെ നഗരസഭാ അതിർത്തിയിൽ 20ഓളം ശവക്കോട്ടകൾ ഉണ്ടെങ്കിലും ആർത്താറ്റ് പള്ളി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളാനാണ് കുന്നംകുളത്തുകാർക്ക് ഇഷ്ടം. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും വെച്ച് മരണപ്പെടുന്ന ചിലരെങ്കിലും അവരുടെ അന്ത്യാഭിലാഷ പ്രകാരം ആർത്താറ്റ് പള്ളിയിൽ ഖബറടങ്ങാറുണ്ട്. തൃശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിലേതുപോലുള്ള ആനപ്പള്ള മതിലാണ് ആർത്താറ്റ് പള്ളി ശവക്കോട്ടയ്ക്കുള്ളത്. 12 അടി ഉയരം, 1 കോൽ ഭിത്തിവണ്ണം. കുറുക്കനും നായയും മറ്റും മതിൽ ചാടി ശവക്കോട്ടയിൽ പ്രവേശിക്കാതിരിക്കാനാണ് ഈ സംവിധാനം. ഈ മതിൽക്കെട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡിനോട് ചേർന്ന് പടിപ്പുര മാളികയോട് കൂടിയ വലിയ വാതിൽ വഴിയാണ് മൃതദേഹം സംസ്കാരത്തിനായി ശവക്കോട്ടയിൽ എത്തിക്കുന്നത്. അന്നേരം മാത്രമേ ഔദ്യോഗികമായി ഈ ഗോപുരവാതിൽ തുറക്കാറുള്ളൂ. ശവക്കോട്ടയുടെ മതിൽക്കെട്ടിൽ 2 ശിലാഫലകങ്ങളുണ്ട്. ഒന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചെമ്മണ്ണൂര് ചേറുകുട്ടി ഐപ്പുവിന്റെ പരിശ്രമത്താൽ ശവക്കോട്ട മതിൽ പണി ചെയ്യിപ്പിച്ചു. ആർത്താറ്റ് പള്ളി ശവക്കോട്ടയിൽ ഇപ്പോൾ 4000-ഓളം ശവകുടീരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ പകുതിയോളം ശവങ്ങൾ കല്ലറ കെട്ടി കറുത്ത മാർബിൾ പതിച്ച് മനോഹരമാക്കിയവയാണ്. ഈ ശവക്കോട്ടയിൽ 101, 51, 41, 21, 11, 1 എന്നിങ്ങനെ വ്യത്യസ്ത പദവിയിലുള്ള ശവസംസ്കാര സ്ഥലങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഈ ഇടവകയിലെ ആരെങ്കിലും മരിച്ചാൽ അതിന്റെ അടക്കുന്നതിന്റെ ഒരു ക്രമീകരണം പണ്ട് കാലങ്ങളിൽ 101, 51, 21, 11 എന്നീ സ്ഥാനങ്ങൾ നിശ്ചയിച്ചിരുന്നു. അതനുസരിച്ച് സ്വർണ്ണ കുരിശ്, വെള്ളിക്കുരിശ്, സ്റ്റീലിന്റെ കുരിശ്, മരത്തിന്റെ കുരിശ് എന്നിവ കൊണ്ടുപോവുകയും അതനുസരിച്ച് അവരുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് വൈദികരെ നിശ്ചയിക്കുകയും അച്ഛന്മാര് അതിന് എണ്ണത്തിനനുസരിച്ച് വീട്ടുകാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് കാപ്പയിട്ട് പുറംകാപ്പ ഇട്ട് ശവസംസ്കാരം നടത്തുന്നതായിട്ടുള്ള ഒരു രീതി പണ്ട് മുതലേ ഇവിടെ നിലനിന്നു വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായ അങ്ങനെ സ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നില്ല. സ്ഥല ലഭ്യത അനുസരിച്ച് ഏത് സ്ഥലത്തും ആളുകളെ അടക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുന്നു. ശവക്കോട്ട പള്ളിയോട് ചേർന്ന് ഏറ്റവും മുന്തിയ 101 ഉള്ള സ്ഥലം. ഇവിടെ ഈ പള്ളിയിലെ പുരോഹിതന്മാരെയും അവരുടെ ഭാര്യമാരെയും അടക്കാനുള്ള സ്ഥലമാണ്. തൊട്ടു താഴെ സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തുന്നവർക്കുള്ള ഇടമാണ്. അച്ഛാ, ഈ കളറ് ഞങ്ങളുടെ പൂർവികരുടെയാണെന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഇത്രയധികം അച്ഛന്മാരെയും അസ്കിമാരെയും ഒക്കെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഒരു ചരിത്രം അച്ഛനൊന്ന് പറ്റുമോ? ഈ ശവക്കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഭാഗം. പ്രത്യേകിച്ച് വൈദികരുടെയും സഹധർമ്മിണിമാരുടെയും കല്ലറകൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. മലയാള മാസം 1097, അതായത് 1922 ഈ ശവക്കോട്ട പള്ളിക്ക് അടിസ്ഥാനമിട്ട അദ്ദേഹത്തിന്റെ കല്ലറയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിനെ വിളിക്കുന്ന പേര് നെല്ലുവായി മുത്തൻ എന്നാണ്. പ്രത്യേകിച്ച് അന്തിക്കാട് ഇയ്യാക്കു മകൻ ചാക്കുണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 82 വയസ്സുള്ളപ്പോഴാണ് കബറടങ്ങിയത്. വീട്ടിലെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ ഈ ദേവാലയ നിർമ്മാണത്തിനായിട്ട് അദ്ദേഹം നൽകി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നവരുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ കബറിടം ഇവിടെ സ്ഥിതി ചെയ്യുവാനായിട്ടുള്ള കാരണം. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഈ സെമിത്തേരിയിൽ ഏറ്റവും പഴക്കം ചെന്ന കബറിടം ഇദ്ദേഹത്തിൻ്റെതാകാനാണ് ചാൻസ്. രജിസ്റ്ററൊക്കെ പരിശോധിച്ച് അത് നമുക്ക് വ്യക്തത വരുത്താവുന്നത് കൂടിയാണ്. നെല്ലായി മുത്തെന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ്റെ വല്യപ്പനാണ്. അപ്പോൾ അവർ തമ്മിൽ പറയുന്നത് കേട്ടിട്ടുള്ള കഥ മാത്രമേ എനിക്കറിയുള്ളൂ. അതിൽ കൂടുതൽ എനിക്കറിയില്ല. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആർത്താറ്റ് പള്ളിയുടെ സെമിത്തേരി മുത്തപ്പനാണ് വാങ്ങിച്ചു കൊടുത്തതെന്നും അവരിങ്ങനെയുള്ള ഒരു ശാപം കുട്ടികളുടെ ശാപം വരാതിരിക്കാൻ വേണ്ടി ഉള്ള പണം മുഴുവൻ ഉപയോഗിച്ചിട്ട്
ആ വലിയൊരു ശവക്കോട്ട നിർമ്മിച്ചു കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനും പുറമെ ശവക്കോട്ടയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പണ്ട് തെമ്മാടിക്കുഴി ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. മാമോദീസയ്ക്ക് മുന്നേ മരണപ്പെടുന്ന ശിശുക്കളെയും ദുർമരണം സംഭവിക്കുന്നവരെയുമാണ് തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതിനും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശവക്കോട്ടയിലെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് ഇവിടെ ഒരു ജഡം സംസ്കരിച്ചാൽ 6 വർഷത്തിന് ശേഷം അത് മാന്തി ആ കുഴിയിൽ പുതിയ ശവം മറവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പലരും തങ്ങളുടെ മരിച്ചുപോയവർക്കൊപ്പം അന്തി ഉറങ്ങാൻ നേരത്തെ സ്ഥലം വാങ്ങി കല്ലറ കെട്ടി ഇട്ടിരിക്കുന്നത് കാണാം. ചിലർ കുടുംബക്കല്ലറയും ഇങ്ങനെ പണിതിടാറുണ്ട്. പൂർവ്വ പിതാക്കന്മാർക്കിടയിൽ താനും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സങ്കല്പത്തിൽ കാണുന്ന പ്രാഞ്ചിയേട്ടന്മാരും ധാരാളമുള്ള കാലമാണല്ലോ ഇത്. ശവക്കോട്ടയുടെ തെക്ക് ഭാഗത്ത് മതിൽക്കെട്ടിനോട് ചേർന്നാണ് അസ്ഥിക്കുഴി. പാർസികളുടെ ശവം സംസ്കരിക്കുന്ന ടവർ ഓഫ് സൈലൻസിനെ ഓർമ്മിപ്പിക്കുന്ന സംവിധാനമാണിത്. 6 വർഷത്തിന് ശേഷം ഒരു ശവം മാന്തുമ്പോൾ ലഭിക്കുന്ന അസ്ഥികൾ ഈ അസ്ഥിക്കുഴിയിൽ നിക്ഷേപിക്കും. പള്ളിമുറ്റത്ത് നിന്ന് ശവക്കോട്ട മതിലിലെ ഒരു പ്രത്യേക ദ്വാരം വഴിയാണ് പണ്ട് തിരുശേഷിപ്പുകൾ അസ്ഥിക്കുഴിയിലേക്ക് ഇട്ടിരുന്നത്. പണ്ടിത് തുറന്ന നിലയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അസ്ഥിക്കുഴി പൂർണ്ണമായും അടച്ച് താഴിട്ട പൂട്ടിയ നിലയിലാണ്. പകലന്തിയോളം ബെന്നിയും ശിഷ്യന്മാരും ഈ ശവക്കോട്ടയിൽ ഉണ്ടായിരിക്കും. ഇടവകയിൽ ആരെങ്കിലും മരിച്ചാൽ ഉടൻ ബെന്നിക്ക് പള്ളിയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കും. ഉടൻ ബെന്നിയും ശിഷ്യന്മാരും അവരുടെ ജോലി ആരംഭിക്കും. എങ്കിലേ ബോഡി പള്ളിയിൽ എത്തും മുന്നേ കുഴിമാടത്തിന്റെ പണി പൂർത്തിയാകും. പല ദിവസങ്ങളിലും ഒന്നിലേറെ ശവങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ എത്തും. അതുകൊണ്ട് തന്നെ പകലന്തിയോളം ബെന്നിയുടെ സാന്നിധ്യം ഈ ശവക്കോട്ടയിൽ ഉണ്ടാകും. ഒരു രാവിലെ പോലെ 8 മണിക്ക് ഒരു 8 മണി കുർബാന കഴിഞ്ഞാൽ ആരംഭിക്കുള്ളൂ. കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ 8 മണിക്ക് ശവക്കോട്ടയ്ക്ക് ഇറങ്ങും. അച്ഛൻ തരും. അച്ഛൻ ഒരു മരണമുണ്ട്, ഒന്നാൾ വൈശ്ശേരിന്നാവും, അല്ലെങ്കിൽ നമ്മുടെ തെക്കേപ്പുറത്തുനിന്ന്, അല്ലെങ്കിൽ അങ്ങാടി ഭാഗത്ത് എവിടെ നിലയ്ക്ക് ഉണ്ടാവും. ഇടവ ചോദിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഇടവ പള്ളിയിൽ നിന്ന് ലെറ്റർ കൊണ്ടു അച്ഛനെ കാണിക്കണം. അപ്പോൾ എന്നെ പള്ളി ഇടവകയാണ്, ശ്രമിക്കുക കൊടുപ്പ് ആ കുഴി എടുത്തു. അപ്പോൾ നിങ്ങൾ ഏലാണോ ബിയിലാണോ സിയിലാണോ ഡിയിലാണോ ചോദിക്കും. അതുപോലെ കണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഒന്നെന്ന് പറയും, പഴയ കാലത്ത് ഒന്നര, പഴയ കാലത്ത് ഒന്നു പറഞ്ഞാൽ അവിടെ ഇറങ്ങി കയറി വരുമ്പോൾ ഒന്നിന് താണെന്ന് പറയും. ഒന്നിന് പറഞ്ഞാൽ ഇല്ലാത്തവരെ വെക്കുന്നതാണ് ഒന്നിന് താണ്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ 11, അതൊരു പൊടി കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽ ചെയ്യും. 11 പിന്നെ 21, പിന്നെ 50, 100 പറയുമ്പോൾ പള്ളടക്ക് എത്തും. ആ ഭാഗത്ത് 100, 50 നോക്കി അത് കാശിലുള്ളവരെ വയ്ക്കുക. 50 എന്ന് പറയുമ്പോൾ അഞ്ചച്ചന്മാര് സ്വർണ്ണ കുരിശ്, വെള്ളി കുരിശ്, പൊൻകുരിശ് ഒക്കെ ഉണ്ടാവും. പഴയ കാലത്ത് ബാൻസറൊക്കെ ഉണ്ടാവും. പഴയ കാലത്ത് ബാൻസർ ഈ മാവ് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ ബാൻസെറ്റ്, കറുത്ത വെള്ളിക്കോട, കുരിശൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മഞ്ഞപ്പെട്ടി മൂടി തുറന്നു കഴിഞ്ഞാൽ, മൂടി തുറക്കുക നിങ്ങളെ വെട്ടി കെട്ടിപ്പോക്കുമ്പോഴും മൂടി തുറക്കും. മൂടി തുറന്നു കഴിഞ്ഞാൽ മണ്ണ് വരത്ത പണിയിടാം. തുറക്കുമ്പോൾ അങ്ങനെ ആൾ കിടക്കണ്ട, ബിഗത്ത് രൂപ കിടക്കുന്നുണ്ടാവും. നമ്മൾ മഴ കൊണ്ട എങ്ങനെ ഉണ്ടാവും? മഴ പെയ്യുന്ന അഞ്ഞ പോലെ വെക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. വെക്കുമ്പോൾ ബോഡികളിൽ വെള്ളം ഉണ്ടാവില്ല. മഴ പെയ്താൽ നമ്മൾ കുളിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്ന പോലെ. അത് എനിക്ക് പേടിയായിരുന്നു. ആദ്യം വരുമ്പോൾ പേടിയാ. ഉടുപ്പെടുക്കണ്ട അച്ഛൻ പറഞ്ഞു ഉടുപ്പൊക്കെ ഇടണം. അന്ന് നമ്മൾ പത്രദർശനാ ജോലിച്ചൻ വന്നത് പേടിക്കണ്ട, നമുക്കൊന്നും വരില്ല. അത് ഈ ആ മരിച്ചു കഴിഞ്ഞാൽ ആളെ മേത്തൊക്കെ പോയി. പിന്നെ അത് ബോഡി അവർ കത്തിച്ചിട്ട് പറഞ്ഞാൽ ചിലത് 1-2 കത്തിച്ചു കൊടുന്നു. വീണ് കിട്ടുന്ന ഇടവേളകളിൽ പള്ളി വരാന്തയിൽ കിടന്ന ബെന്നി ഒന്ന് മയങ്ങും. പള്ളിയിൽ ആളൊഴിഞ്ഞ നേരം അകത്ത് കയറി തമ്പുരാനെപ്പറ്റ അമ്മയോട് പ്രാർത്ഥിക്കും, ഈ തൊഴിൽ തുടർന്നും നടത്താൻ ആരോഗ്യം നൽകണമേ എന്ന്. 4000-ഓളം ശവങ്ങളുള്ള ഈ ശവക്കോട്ടയിൽ കുരിശിന്മേൽ പരേതന്റെ പേര് വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അപരിചിതർക്ക് സ്വന്തക്കാരുടെ കുഴിമാടം കണ്ടെത്താൻ എളുപ്പമല്ല. അന്നേരം അവർക്കെല്ലാം സഹായിയാകുന്നത് ബെന്നിയാണ്. കാരണം ഈ ശവക്കോട്ടയിലെ എല്ലാ കല്ലറകളും ബെന്നിക്ക് കാണാപ്പാഠമാണ്. ആർത്താറ്റ് തലപ്പള്ളിയിലേതുപോലെ എല്ലാ ഞായറും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരേ ഒരു ശവക്കോട്ട പള്ളിയാണിത്. 30 വർഷം മുമ്പാണ് ഇവിടെ ഇങ്ങനെ കുർബാന ആരംഭിച്ചത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ഈ പള്ളി AD 1922 തുലാം 8 സ്ഥാപിക്കപ്പെട്ടു. 2022 ഈ ശവക്കോട്ട പള്ളിയുടെ 100ാം വാർഷികം കൊണ്ടാടി. 1968 ആണ് ശവക്കോട്ട പള്ളി ഇന്ന് കാണുന്ന നിലയിൽ പുതുക്കി പണിതത്. ആർത്താറ്റുപള്ളി ശവക്കോട്ടയിൽ വനവൽക്കരണം നടത്തി ഹരിതാഭമാക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ ഭരണസമിതി. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ കല്ലറ അരമത്യക്കാരൻ യൗസേപ്പിൻ്റെ പൂന്തോട്ടത്തിൻ്റെ നടുക്കുള്ള ആരെയും മുമ്പ് വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിലായിരുന്നു അദ്ദേഹത്തെ 3 ദിവസത്തേക്കായി അടക്കം ചെയ്തത്. നമുക്കറിയാം, അദ്ദേഹം ഉദ്ധാനം ചെയ്തു. ആ ശവക്കോട്ടയുടെ സങ്കല്പം തന്നെയാണ് ക്രൈസ്തവ സെമിത്തേരികൾക്കെല്ലാം ഇന്നും ഉള്ളത്. നമുക്കറിയാം, ശവക്കോട്ടകളുടെ സൗന്ദര്യവൽക്കരണത്തിന് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്ന ഈ പള്ളിയുടെ മുൻകാല ചരിത്രങ്ങളിൽ മുഴുവനും പല പൊതുയോഗങ്ങളിലും തീരുമാനങ്ങളാണ് ശവക്കോട്ടയുടെ സൗന്ദര്യവൽക്കരണം. ശവക്കോട്ടയുടെ സൗന്ദര്യവൽക്കരണത്തെക്കുറിച്ച് ബലഹീനമായ എൻ്റെ ചിന്തയിലെ ചില കാഴ്ചപ്പാടുകളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതെന്ന് നടക്കുമെന്നോ നടത്തണമെന്നോ ഒന്നുമല്ല, പക്ഷേ നടന്നാൽ ഗംഭീരമായിരിക്കും നമ്മുടെ സെമിത്തേരിയും അതിന് ചുറ്റുപാടും.
വിശ്വോത്തര സെമിത്തേരികളായ ന്യൂയോർക്ക് കാൾവിട്ടോൺ നാഷണൽ സെമിത്തേരി, ഷിക്കാഗോയിലെ അബ്രഹാം ലിങ്കൺ നാഷണൽ സെമിത്തേരി എന്നിവയെല്ലാം അനേകം സന്ദർശകരെ ആകർഷിക്കുന്ന വിശാലമായ പൂന്തോട്ടങ്ങളാണ്. മരണം എല്ലാ ഭംഗിയും കെടുത്തിക്കളയുമെന്ന പഴയ സങ്കല്പം നമുക്ക് മാറ്റിയെടുക്കാം. ഇന്നിവിടെ വിരിഞ്ഞു നിൽക്കുന്ന ശവന്നാറിപ്പൂക്കൾക്ക് പകരം സുഗന്ധം പരത്തുന്ന റോസാപ്പൂക്കളുടെയും മുല്ലപ്പൂക്കളുടെയും മുന്തിരിവള്ളികളുടെയും സുഖശീതളിമയിൽ നേരിന്റെ നീലാകാശ ചുവട്ടിൽ പൂവള്ളിക്കെട്ടുകളുടെ ഹരിത മേലാപ്പിന് താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന കർത്താവിൽ നിദ്ര പ്രാപിച്ച ഭാഗ്യവാന്മാരെ നമുക്ക് സ്വപ്നം കാണാം.